ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷം കാണാം. സൈത്തേട്ടനാണ് എന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്നൊക്കെ കൂട്ടിയത്. അപ്പോൾ നമ്മൾ നേരെ പോയത് സഞ്ജുവിൻ്റെ അടുത്തേക്കായിരുന്നു ചിച്ചുവിന് സർപ്രൈസ് കൊടുക്കാനായിട്ട്. ചിച്ചു മഴയൊക്കെ ആയിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ പിന്നെ എണീപ്പിച്ച് അവൻ ആദ്യം പറഞ്ഞത് പേടിച്ചു പോയിന്ന് എന്നെ കണ്ടിട്ട്. ചിച്ചു എന്നിട്ടും കുറച്ച് നേരം ആ ഉറക്കത്തിൽ നിന്നും എന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ നിന്നും ഒക്കെ ഒന്ന് ഇതാവാൻ ഇച്ചിരി സമയം എടുത്തു. ആളെണീറ്റത് കണ്ട അവനവൻ്റെ സന്തോഷം പറയാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഇവിടെ നിന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോണത് കേട്ടോ. ഞാൻ ഇവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്, വീട്ടിലേക്ക് കയറാതെ. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്താ അവസ്ഥ എന്ന് അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച അത്ഭുതത്തോടെ നോക്കി നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ്. പക്ഷെ അത്രയൊന്നും ഉണ്ടായില്ല. ആള് ഞെട്ടി എന്നുള്ളത് ശരിയാണ് അമ്മ. പക്ഷേ അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടല്ലോ. കാരണം എന്തായാലും കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞാൻ വരുമെന്ന് അവർക്ക് അറിയായിരുന്നു. പക്ഷേ എന്നും വരും എന്നുള്ളൊരു ഇതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അമ്മ ഒന്ന് ഞെട്ടി ഇച്ചിരി. അച്ഛനെ നോക്കിയൊക്കെ ഞാൻ പറയായിരുന്നു ഞാൻ വന്ന് മനസ്സിലായോന്ന്. അതിന് നേരെ ഞാൻ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോണേ. നമ്മുടെ മെയിൻ എൻ്റെ ഇത്രയും ഒരു വർഷം കുട്ടീനെ കാണാണ്ട് ഇരുന്നതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുട്ടീനെ കാണാനായിട്ട് ഒരു മെയിനായിട്ട് അവളെങ്ങനെയായിരിക്കും നമ്മളോട് റിയാക്ട് ചെയ്യണേ എന്നൊന്ന് അറിയാനായിരുന്നു. ഞാൻ വിചാരിച്ചത് ഒട്ടും നമ്മളെ മനസ്സിലാവില്ല. കാര്യം വീഡിയോ കോളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ആളെങ്ങനെ എന്നോട് ഒരു ദിവസമോ 2 ദിവസമൊക്കെ വേണ്ടി വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ആൾ ഉറങ്ങുമായിരുന്നു. ആളെ ഞാൻ എണീപ്പിച്ചിട്ട്, ആൾ സാധാരണ അങ്ങനെ ആരുടെയും കയ്യിൽ പോകുന്ന ആളല്ല. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞാൻ പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കുട്ടികളിങ്ങനെ മനസ്സിലാക്കാതെ നിൽക്കണതും കയ്യിൽ പോവാൻ ഇരിക്കണതും ഒക്കെ. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിലുണ്ടായില്ല കേട്ടോ. ആൾ ആ ഉറക്കത്തിൻ്റെ ഒരു ഇച്ചിരി ചീമൂടുണ്ടായി എന്നുള്ളതല്ലാതെ ആൾ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. നന്നായിട്ട് കിടന്നുറങ്ങിയ കുട്ടീനെയാണ് ഞാൻ ഈ വിളിച്ചെണീപ്പിക്കണത്. ശരിക്കും പറഞ്ഞാൽ അവളെ എണീറ്റിട്ട് എന്നെ കണ്ടാൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിപ്പോയി. ചെറുതായി എനിക്ക് ആവേശം കൂടിപ്പോയി. കാണാതിരുന്ന് കാണുകയല്ല, എൻ്റെ ഒരു ഇതിൽ ഞാൻ ചാടിപ്പോയി അവളെ എണീപ്പിച്ച്. കണ്ടോ? പിന്നെ എൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു ആൾ. എല്ലാവർക്കും അത്ഭുതമായിപ്പോയി. ഇത്ര പെട്ടെന്ന് അവൾ ഇതായി. പിന്നെ എൻ്റെ കയ്യിൽ നിന്നേ ആൾ പോകുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ കിടക്കുമായിരുന്നു എൻ്റെ തോളിൽ. എനിക്ക് അപ്പോൾ തന്നെ വളരെ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ അമ്മ, അച്ഛൻ, സഞ്ജു ഇവരാരും പിന്നെ അവളെ എടുത്തിട്ട് അവൾ കയ്യിൽ പോകുന്നുണ്ടായിരുന്നില്ല. അതേപോലെ ആയിപ്പോയി. പിന്നെ ലച്ചുവിൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച എന്നെപ്പോലെ തന്നെ കുറച്ച് സമയം എടുത്ത് പോകുന്നായിരുന്നു. പക്ഷേ അവൾ ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ വിളിച്ചിട്ട്, അച്ഛനും വീഡിയോ കോളൊക്കെ വിളിക്കണ ആൾ തന്നെയാണ്. പക്ഷേ എൻ്റെ അടുത്തുണ്ടായിരുന്ന ആ അടുപ്പം അവൾക്ക് അച്ഛനോടുണ്ടായിരുന്നില്ല. എത്ര ആൾ കൈ നീട്ടിയിട്ടും ഓരോന്ന് കളിപ്പിച്ചിട്ടും ഒന്നും അവൾ പോകണ്ടായിരുന്നില്ല. എൻ്റെ തോളെ തന്നെ കിടക്കുകയായിരുന്നു. ലച്ചുവിന് ഓരോ സാധനങ്ങളൊക്കെ തരാമെന്നും പറഞ്ഞൊക്കെ കൈ കൊടുത്ത് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ലച്ചു കൂടുതൽ എൻ്റെ അടുത്തേക്ക് കയറി കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയൊന്നും എന്നെ എടുക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ. ആളൊരു ഉച്ചയായപ്പോഴാണ് വന്നത്. അപ്പോൾ അവൾ ഉറങ്ങുമായിരുന്നു. അവൾ ഉറങ്ങി എണീറ്റ് അതിൻ്റെ ഒരു ഇതാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ആൾ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ നൈസായിട്ട് ബബിൾസ്
ഒക്കെ എടുത്ത് ആളുടെ കൂടെ സെറ്റായി. പിന്നെയുള്ള കാഴ്ചയാണ് ഇത്. ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം അച്ഛനുമായിട്ട് സെറ്റായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.